ഇത്രയും 1.5 വർഷം ആയപ്പോൾ തന്നെ ആ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി. എക്സാം ഡേറ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ആവേശം പല ആൾക്കാർക്കും ഇപ്പം ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ബാക്കിയുള്ളവർ ഞെട്ടിക്കാനുള്ള അവസരമാണ്. ഹായ്, നിങ്ങളിൽ എത്ര പേരാണ് ഞാൻ 2025 ജോലിക്ക് കയറും എന്ന ലക്ഷ്യത്തോടെ പഠിക്കുന്നത്? എത്ര പേർക്കുണ്ട് അങ്ങനെ ഒരു തോട്ട്? ഞാൻ 2025 ഇന്ന സമയത്തായിരിക്കും ജോലിക്ക് കയറാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് എനിക്ക് ജോലി കിട്ടും, ആ രീതിയിൽ ചിന്തിച്ച് പഠിക്കുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, സംസാരിക്കാം അതുമായി ബന്ധപ്പെട്ട. ഓക്കെ, അപ്പോൾ ഈ 2024 നിങ്ങൾ എഴുതാൻ പോകുന്ന പ്രധാനപ്പെട്ട 10th ലെവൽ പരീക്ഷകൾ, അതായത് LDC, LGS, സെക്രട്ടേറിയറ്റ് OA. ഇതിൽ സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാം തീയതി ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ എക്സാം ടൈം ഒന്നും വന്നിട്ടില്ല. അതിന് പ്രിലിംസ് ഒക്കെ ഉണ്ടാവുമെന്നാണ് നമ്മുടെ ഈ വർഷത്തെ 2024 എക്സാം കലണ്ടർ വന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ഐഡിയ വന്നിട്ടില്ല. ബാക്കി നമുക്ക് LDCയുടെ എക്സാം നമുക്ക് ടൈം ഇപ്പോൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ LGSന്റെ നമുക്ക് ഇന്ന സമയത്ത് എക്സാം ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ആ വർഷത്തിൽ ആദ്യം കലണ്ടർ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 3 പരീക്ഷകൾ നമ്മൾ ഈ വർഷമാണ് എഴുതുന്നതെങ്കിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ വർഷം നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് എപ്പോഴാണ്? LDC റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് 2025 ഓഗസ്റ്റിലാണ്. LGS റാങ്ക് ലിസ്റ്റ് നിലവിൽ വരാൻ പോകുന്നത് 2025 ജൂലൈയിലാണ്. സെക്രട്ടേറിയറ്റ് OA, സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ്, ആ ഒരു പോസ്റ്റിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത് 2025 ഡിസംബറിലാണ്. ഈ സെക്രട്ടേറിയറ്റ് OAയുടെ റാങ്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആയി കേട്ടോ, നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നു, അത് വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും 1.5 വർഷം ആയപ്പോൾ തന്നെ ആ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി. അന്ന് കുറച്ച് കട്ട് ഓഫ് കുറച്ചിട്ട് കൂടുതൽ ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടിപ്പോയിന്. 1.5 വർഷം കൊണ്ട് തന്നെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന വേക്കൻസിയൊക്കെ വെച്ചിട്ട് 2025 ഡിസംബറിലായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, സെക്രട്ടേറിയറ്റ് OA റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ആർക്കാണ് 2025 തന്നെ നിയമനം കിട്ടാൻ പോകുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഈ LDC എല്ലാ ജില്ലകളിലും ആദ്യത്തെ ഒരു 50 റാങ്ക് 100 റാങ്കിനകത്തുള്ള ആൾക്കാർക്ക് ആ വർഷം തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റും. മനസ്സിലായ? പിന്നെ അതുപോലെ തന്നെ LGSും ഈ പറഞ്ഞ 100 റാങ്കിനകത്തുള്ള ആൾക്കാർക്ക് ആ വർഷം തന്നെ ജോലി കിട്ടുമെന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഉറപ്പിക്കാം. ഓക്കെ, പിന്നെ ഈ പറയുന്ന കേസുകളൊക്കെ വരാറുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ CPO റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പഴയ CPO റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് കൊടുത്ത കേസ് കാരണം ഈ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, നിയമനം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അത് എല്ലാ തവണയും ഉണ്ടാവുന്നതാണ്. ഓരോ റാങ്ക് ലിസ്റ്റ് നിലയിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതുപോലെ കേസുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാലതാമസങ്ങൾ ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പൊ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 2025 തന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു റാങ്കിനകത്തുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ജോലി കയറാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ അടുത്ത വർഷം തന്നെ ജോലിക്ക് കയറണമെങ്കിൽ, 2025 തന്നെ ജോലിക്ക് കയറണമെങ്കിൽ ഈ പറഞ്ഞ റാങ്കിനകത്തേക്ക് എത്തണം. ഓക്കെ, ഈ റാങ്കിനകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, എന്തായാലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പൊ ഇറങ്ങിയ പഠിക്കുന്ന ഒരു പഠിത്തത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക, കൂടുതൽ നല്ല രീതിയിൽ പഠിക്കുക. മനസ്സിലായ? ഓക്കെ, അതായത് വേണമെന്നുള്ള തോട്ടോടെ തന്നെ പഠിക്കുക, ഒരു ലക്ഷ്യം വെച്ച് തന്നെ പഠിക്കുക. അപ്പൊ ആ ഒരു സമയം നമ്മൾ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ജോലിക്ക് കയറുന്ന ആ ഒരു സമയം മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു ഊർജ്ജത്തോടെ പഠിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ഒരു എക്സാം ഡേറ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ആവേശം പല ആൾക്കാർക്കും ഇപ്പൊ ഇല്ല. ശരിയല്ലേ? എക്സാമിന്റെ ഡേറ്റ് വന്നപ്പോൾ പെട്ടെന്നൊരു ആവേശം കയറി ഒരാഴ്ചയൊക്കെ പഠിച്ചെങ്കിലും പയ്യെ താഴോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ആവേശം പോവാതിരിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ ആ ജോലിക്ക് കയറുന്നതിനെ കുറിച്ചൊരു ചിന്ത ഉണ്ടാവണം. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിച്ച് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ആ പഠനത്തിലുള്ള ആ കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിച്ച് ഈ സമയത്ത് തന്നെ എനിക്ക് ജോലിക്ക് കയറണം, അതായത് റാങ്ക് ലിസ്റ്റ് വന്ന് എനിക്ക് അധിക കാലം കാത്തിരിക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ കാത്തിരിക്കത്തില്ല. ആ ഒരു ചിന്താഗതി നമ്മുടെ മൈൻഡിൽ വരണം. എനിക്ക് പെട്ടെന്ന് അഡ്വൈസ് കിട്ടണം, എനിക്ക് പെട്ടെന്ന് ജോലിക്ക് കയറണം. അപ്പൊ ആ രീതിയിൽ നമ്മളെ തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയർ വരും, നമ്മൾ പഠിക്കും. റാങ്ക് ലിസ്റ്റിൽ ബാക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ അത് ടെൻഷനാണ്, കിട്ടുമോ ഇല്ലേ അങ്ങനെയുള്ള ടെൻഷനാണ്. പിന്നെ ഈ റാങ്ക് ഹോൾഡേഴ്സിന്റെ വർക്കിനൊക്കെ നമ്മൾ പോവേണ്ടി വരും, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഓരോ ഓഫീസിൽ പോയിട്ട് വേക്കൻസി റിപ്പോർട്ടിങ്ങും പിന്നെ RTA കൊടുക്കുന്നതും അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? പിന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഒരുപാട് ആൾക്കാർ ഇപ്പൊ ജോലിക്ക് ഇരിക്കുന്നത് ഇതുപോലെ റാങ്ക് ഹോൾഡേഴ്സ് കയറി ഇറങ്ങിയതിന്റെ ഫലം തന്നെയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായ? ഒരുപാട് ആൾക്കാർ ഒന്നും ചെയ്യാതെ ജോലി കയറിയ ആൾക്കാരുണ്ട്. അതായത് ബാക്കി താഴോട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് വർക്ക് ചെയ്തിട്ട് ജോലി കയറിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ആ വർക്കിനെ ഞാൻ കുറച്ച് കാണുന്നതല്ല, കുറച്ച് പറയുന്നതല്ല. പക്ഷേ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കാൻ നമുക്കൊരു സാഹചര്യം ഉണ്ട്.
നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, നമുക്ക് ടോപ്പ് റാങ്ക് വാങ്ങി നമുക്ക് പെട്ടെന്ന് ജോലി കയറാനും പറ്റും. ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. ഇപ്പം ഞാൻ പറയുന്ന പല കാര്യങ്ങളെയും വളച്ചൊടിച്ച് ഞാൻ നെഗറ്റീവ് പറയുന്ന രീതിയിൽ സംസാരിക്കുന്ന പല ആൾക്കാരുണ്ട്. പിന്നെ ഇന്നാൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്നറിയാമോ? ഞാൻ ഇന്നാളിട്ടൊരു വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ട്, എന്തോന്ന്, നീ ആദ്യം നിന്റെ കാര്യം നോക്ക് എന്നിട്ട് ബാക്കിയുള്ള കാര്യമൊന്ന്. ഓക്കെ, ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ ജോലി വാങ്ങിച്ച് ഞാൻ മാന്യമായിട്ട് കുടുംബം നോക്കുന്ന ഒരാളാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് പറയാം, ആദ്യം പോയി ജോലി വാങ്ങിച്ച് കാണിക്കും, മനസ്സിലായില്ലേ? നീ ജോലി വാങ്ങിച്ച ഒരാളാണ്, മര്യാദയ്ക്ക് നിന്റെ കുടുംബം നോക്കണ ഒരാളാണെങ്കിൽ നീ എൻ്റെ വീഡിയോ കാണേണ്ട ആവശ്യമില്ലല്ലോ, എൻ്റെ PSC വീഡിയോ കാണേണ്ട ആവശ്യം നിനക്കില്ലല്ലോ. അപ്പം നീ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്കിതായിട്ടില്ല, മനസ്സിലായോ? അപ്പം നീ ആദ്യം നിനക്ക് ജോലി വാങ്ങാൻ നോക്ക്. ഓക്കെ, ഞാൻ പിള്ളേരെ പഠിപ്പിക്കുകയും ചെയ്യും, പറയാനുള്ളത് കുട്ടികളത് പറയുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞ പിള്ളേരെ ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിവിടെ പറഞ്ഞത് മികച്ച റാങ്ക് വാങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് ജോലിക്ക് കയറാമെന്നാണ്. അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ ഈ രീതിയിൽ കുറേ കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും. പരീക്ഷ തന്നെ ടെൻഷനാണ്, ശരിയല്ലേ? പരീക്ഷ തന്നെ ഒരു ടെൻഷനാണ്. അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞിട്ട് ഇനി കിട്ടോ ഇല്ലേ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട സാഹചര്യം വരണ്ട. നമുക്ക് ടോപ്പ് റാങ്ക് ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയൊക്കെ പഠിക്കുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലും ഒരാൾ വന്ന് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമെന്നാണ്. ഇങ്ങനെയെന്നല്ല, ഇതിന്റെ അപ്പുറം പഠിക്കുന്ന പിള്ളേരുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ രീതിയിൽ അപ്പുറം പഠിക്കുന്ന പിള്ളേരുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തണം. ഇനി അങ്ങോട്ട് അതിന് അധിക സമയമൊന്നുമില്ല. ഇപ്പൊ കുറെ ആൾക്കാർ തിരുവനന്തപുരത്തുകാർക്ക് മാത്രം പരീക്ഷ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചിരിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. അതിന്റെ പിറകെ പരീക്ഷകൾ വരുന്നുണ്ട്, ഒരാഴ്ച ഗ്യാപ്പിൽ പരീക്ഷകൾ വരുന്നുണ്ട്. സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിൽ കൂടെ പോകും. അതുകൊണ്ട് ഇനിയും സമയം കളയരുത്. നന്നായിട്ട് പഠിച്ച് ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് വെക്കുക. ഇന്ന സമയത്ത് ഞാൻ ജോലിക്ക് കയറും. 2025 ഓഗസ്റ്റിൽ ലിസ്റ്റ് വരും, അല്ലെങ്കിൽ 2024 ജൂലൈയിൽ LGS ലിസ്റ്റ് വരും. അപ്പോൾ എനിക്ക് ഇന്ന സമയത്തിന് ആദ്യത്തെ റാങ്കുകളിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ സമയത്ത് എനിക്ക് ജോലിക്ക് കയറാൻ പറ്റും എന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ വേണം. പിന്നെ ഈ ജോലിക്ക് നമ്മൾ കയറുന്ന സമയത്ത് പല ആൾക്കാരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം, പല ആൾക്കാരുടെയും ജീവിതത്തിൽ ആദ്യത്തെ വിജയമായിരിക്കും അത്, മനസ്സിലായില്ലേ? ആദ്യ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ് നമ്മൾ ജയിച്ചു കാണും, പിന്നെ +2 ഡിഗ്രി അതൊക്കെ ജയിച്ചു കാണും. അങ്ങനെയല്ല, ചിലപ്പോൾ അയാളുടെ ജീവിതത്തിൽ ഈ കായികപരമായിട്ടോ കലാപരമായിട്ടോ ഒന്നും കഴിവ് തെളിയിക്കാത്ത ഒരാളായിരിക്കും. അയാൾക്ക് അങ്ങനെ ഒരു കയ്യടിയൊന്നും ഒരിക്കലും കിട്ടിക്കാണത്തില്ല അയാളുടെ ഈ ഇത്രയും ജീവിത കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ബാക്കിയുള്ളവർ ഞെട്ടിക്കാനുള്ള അവസരമാണ്. അപ്പോൾ ഇതുപോലൊരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇതുപോലൊരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ നമ്മൾ ഇത്രയും ആൾക്കാരെ പരാജയപ്പെടുത്തി ഒരു മികച്ച റാങ്ക് വാങ്ങുമ്പോൾ അപ്പം നമുക്ക് അതുവരെ കിട്ടാത്തൊരു വലിയ കയ്യടി നമുക്ക് അപ്പം കിട്ടും, മനസ്സിലായില്ലേ? അതുവരെ നമ്മുടെ വാക്കിന് വില വെക്കാത്ത ആൾക്കാർ അന്ന് നമ്മുടെ വാക്കിന് വില തരും. അതുവരെ നമ്മളെ പുച്ഛിച്ച ആൾക്കാർ അന്ന് നിങ്ങളെ നോക്കിയിട്ട് അഭിമാനം കൊള്ളും, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ആ ഒരു ലക്ഷ്യം മനസ്സിൽ വെക്കുക. ഞാൻ ഇങ്ങനെ ഒരു റാങ്ക് വാങ്ങിച്ച് ജോലിക്ക് കയറുമ്പോൾ ഇത്രയും കാലത്തിൽ ഞാൻ അനുഭവിച്ച ആ ഒരു വിഷമം, ആ ഒരു ഒഴിവാക്കൽ, മനസ്സിലായില്ലേ? എനിക്ക് നേടേണ്ടി വന്ന പുച്ഛം, അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ്. അപ്പോൾ ആ രീതിയിലൊരു ചിന്ത അവിടെ കൊണ്ടുവരിക. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് തോന്നും നമുക്ക് പഠനത്തിലൊക്കെ. ഓക്കെ, മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പം അതുകൊണ്ട് അതും ഒരു കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ വലിയ വിജയമാകാം ഇത്. അപ്പം അങ്ങനെ ഒരു ചിന്ത കൂടി വെച്ചിരിക്കുക. കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ യുവജനങ്ങളും, അതായത് നമ്മുടെ ഈ ഒരു PSC ഫീൽഡുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിയിൽ നിന്ന് ലക്ഷ്യം വെക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഇപ്പം പൊതുവെ ഒരു PSC എന്ന് പറഞ്ഞ സാധനം ട്രെൻഡാണ്. ഇപ്പം തന്നെ ഇറങ്ങുന്ന സിനിമകളായാലും നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം തന്നെ ഇപ്പം മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു PSC സെൻറ്റർ കാണിക്കുന്നുണ്ട്. ഒരുപാട് സിനിമകളിലൊക്കെ ആ PSC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു മികച്ച റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ആളായി മാറും. നിങ്ങളുടെ കുടുംബത്തിൽ മാത്രമല്ല, നാട്ടിലും കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറും. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുക, ആ ഒരു രീതി ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലാസ്സിലൊക്കെ നമ്മുടെ ചാനൽ വരുന്നുണ്ട്, നിങ്ങളത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, പിന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് പറഞ്ഞോ, നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കമൻറ്റ് ഇടുമ്പോൾ എനിക്ക് സംസാരിക്കാൻ തോന്നും. ഞാനത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടൂടെ? ഏതെങ്കിലും ഒരാൾ മനസ്സിലാക്കും എന്താണ് പറയുന്നതെന്നുള്ളത്. ഓക്കെ, മതി. ആരെങ്കിലും ഒരാളെങ്കിലും മനസ്സിലാക്കിയിട്ട് ഇന്ന കാര്യമാണ് ഇയാൾ പറയുന്നത്, അതിൽ ഇന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. അതൊക്കെ മതി. നമ്മൾ ഇത്രയും കാലം ഇവിടെ ഉണ്ടായത് ആരെങ്കിലും അറിഞ്ഞാൽ ഇല്ല. ഓക്കെ, ഇപ്പം ഇതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ഓക്കെ, അതിൽ ഉപയോഗം കാണുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമന്റ് ഇട്ടോ. ഓക്കെ, ശരി. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ, ടാറ്റ.